സ്പീക്ക് ഫ്രം യുവർ സ്പോണ്ടേനിറ്റി ആൻഡ് നോട്ട് ഫ്രം മെമ്മറി. സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക, കാണാതെ പഠിച്ച് നമ്മളിങ്ങനെ ഒരു കാണാപ്പാടം നമ്മളൊരു സ്പീച്ചൊക്കെ പഠിച്ച് പറയുന്നതിലും ഭേദം നമ്മുടെ ആ ഒരു സ്പോണ്ടേനിയസ് ലെവലിൽ നിന്ന് നമ്മൾ സംസാരിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. ബിക്കോസ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ആ ഒരു ഇതാണ്. ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണാതെ പഠിച്ച് പോയിൻറ്റ്സൊക്കെ കാണാതെ പഠിച്ചുള്ള ഒരു ടൈപ്പ് ഓഫ് സ്പീച്ച് ആയിരുന്നു. പക്ഷേ അത് ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. നമ്മൾ മെമ്മറി മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്പീച്ചസ് ആയിരുന്നു ഞാൻ എൻ്റെ സ്കൂൾ കാലം. കാരണം നമുക്ക് അതേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. നമുക്ക് സ്പോണ്ടേനിയസ് ഒന്നും ആരും പറഞ്ഞു തരത്തില്ല. പിന്നീടുള്ള ഞാൻ തന്നെയുള്ള എന്താ പറയുക, എനിക്കിത് ഓഷോയുടെ ഡിസ്കോഴ്സസിൽ നിന്നാണ്, ഓഷോയുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ് ഈ ഒരു സ്പോണ്ടേനിയസ് സ്പീച്ചിങ്ങിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞു. അതായത് ഓഷോ പുള്ളി പറയാറുള്ള കാര്യമാണ്, പുള്ളി എപ്പോഴും പുള്ളിയുടെ പ്രസംഗങ്ങളൊന്നും പ്രീ ഹാൻഡ് ആയിട്ട് പ്രിപ്പയർഡ് ആകാറില്ല. ഹി നെവർ പ്രിപ്പയർസ് ഫോർ ഹിസ് സ്പീച്ച്. അദ്ദേഹം വരുന്നു, ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് ആൻസർ പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു